ദാദാഭായ് നവറോജി. ബ്രിട്ടീഷ് പാർലമെന്റിലെ ഫസ്റ്റ് ഇന്ത്യൻ ടു എൻ്റർ ബ്രിട്ടീഷ് പാർലമെന്റ് ആണ്. ഫസ്റ്റ് പാർലമെന്റ് ആദ്യമായി ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമാകുന്ന ഒരു ഇന്ത്യൻ എന്ന് പറയുന്നത് ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡ്രെയിൻ ഓഫ് വെൽത്ത് എന്നൊരു തിയറി കൊണ്ടുവന്നത് ഈ പുള്ളിയാണ്. എന്താ വെച്ചാൽ എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ നമ്മളെ ഡ്രെയിൻ ചെയ്യുന്നത്, ബ്രിട്ടീഷ് ബൈ ഡ്രെയിനിങ് ഇന്ത്യാസ് വെൽത്ത് ടു ബ്രിട്ടനിലോട്ട് എങ്ങനെയാണ് അവർ നമ്മളിലുള്ള സമ്പത്തുകൾ മൊത്തം കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു തന്നത് ആരാണ്? അതിൽ ഒരു പങ്കുവച്ച ആളാണ് ദാദാഭായ് നവറോജി. ഇതിന്റെ പുസ്തകത്തിന്റെ പേര് കൊണ്ടാണെങ്കിൽ ഒന്ന് പറയാം, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകവും ദാദാഭായ് നവറോജിയുടേതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ മെയിൻ ഇതെന്ന് വെച്ചാൽ ദാദാഭായ് നവറോജിയെ നമ്മൾ ഒരു പേരിൽ അറിയപ്പെടും, അതായത് ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ. ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പറയുവാണെങ്കിൽ പുള്ളി വിളിക്കുന്ന പേരാണ് ചാച്ച നെഹ്റു എന്ന് വിളിക്കും. ഓക്കെ, ചാച്ച നെഹ്റു. ഇദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ് നമ്മൾ നവംബർ 14 ചിൽഡ്രൻസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ്. കുട്ടികളോട് ഭയങ്കര ഒരു റിലേഷൻ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് ചാച്ച നെഹ്റു എന്ന് വിളിക്കുന്നത്. സോ അദ്ദേഹം ഒരു പണ്ഡിറ്റ് കുടുംബം, ഒരു കാശ്മീരിലെ ഒരു ബ്രാഹ്മണ കുടുംബമാണ്. സോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്നും വിളിക്കാറുണ്ട്. എന്നിട്ട് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, അപ്പോൾ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പറയുമ്പോൾ ഇത്രയാണ് ശ്രദ്ധിക്കേണ്ടത്. ചാച്ചാ നെഹ്റു എന്നും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്നാണ് വിളിക്കുന്നത്. ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. സർദാർ വല്ലഭായ് പട്ടേൽ. കരം, ദാറ്റ് ഈസ് കർ മത്തിദോ, കരം കൊടുക്കരുത്, ഡോണ്ട് ഗീവ് ടാക്സ് എന്ന് പറഞ്ഞത് സർദാർ വല്ലഭായ് പട്ടേലാണ്. എനിക്ക് ആകെ ഒരു കൾച്ചർ അറിയൂ, അത് അഗ്രികൾച്ചർ ആണെന്ന് പറഞ്ഞതും സർദാർ വല്ലഭായ് പട്ടേലാണ്. അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണ്. അതായത് നമ്മുടെ ഇന്ത്യയിൽ 2004 മെയ് 23 വരെ ഈ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ. ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ എന്ന് പറയും പ്രൈം മിനിസ്റ്റർ ഇല്ലാത്ത സമയത്ത് ആ ഒരു പദവി വഹിക്കുന്ന ആളാണ്. സോ നമുക്ക് ആ ഈ പർട്ടിക്കുലർ വർഷം തൊട്ട് ഇങ്ങോട്ട് നമുക്ക് ഒരു പദവിയില്ല. സോ ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതും ഫസ്റ്റ് വല്ലഭായ് പട്ടേലാണ്. അതുപോലെ ഹോം മിനിസ്റ്റർ, ഫസ്റ്റ് ഹോം മിനിസ്റ്റർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഹോം മിനിസ്റ്റർ, ആഭ്യന്തര വകുപ്പ്. സോ ഹോം മിനിസ്റ്ററും സർദാർ വല്ലഭായ് പട്ടേൽ തന്നെയാണ്. നമ്മൾ വിളിക്കുന്ന പേരാണ് അയൺ മാൻ ഓഫ് ഇന്ത്യ. അയൺ മാൻ ഓഫ് ഇന്ത്യ, അതുകൊണ്ട് തന്നെ ബിസ്മാർക്ക് ഓഫ് ഇന്ത്യ. അയൺ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കാൻ കാരണം 560 പ്രിൻസ്ലി സ്റ്റേറ്റുകളെ ഇന്ത്യൻ യൂണിയനിലേക്ക് ഇൻഡിപെൻഡൻസിന് ശേഷം കൊണ്ടുവന്നത് യുണൈറ്റ് ചെയ്തത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. അപ്പോൾ 560 കൂടുതൽ പ്രിൻസ്ലി സ്റ്റേറ്റിനെ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു. സോ അതുകൊണ്ട് അയൺ മാനായിട്ടാണ് വർക്ക് ചെയ്തു. അയൺ മാനാണ്. പിന്നെ പറയുന്നത് ജർമ്മനിയെ യൂണിഫൈഡ് ചെയ്ത പുള്ളിയുടെ പേരാണ് ഓട്ടോ വോൺ ബിസ്മാർക്ക്. സോ അതുപോലെ ഇന്ത്യ അത് ചെയ്തതുകൊണ്ട് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യ യുണൈറ്റ് ചെയ്തതുകൊണ്ട് ആ ജർമ്മനിയിൽ ചെയ്ത ആളുടെ അതേ പേരിൻ്റെ എഴുതുമായിരുന്നു, ബിസ്മാർക്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, അടുത്തതാണ് ഇന്ദിര പ്രിയദർശിനി ഗാന്ധി. ഇന്ദിരാഗാന്ധി വിളിക്കുന്ന പേര് അയൺ ലേഡി ഓഫ് ഇന്ത്യ. അയൺ മാൻ ഓഫ് ഇന്ത്യ സർദാർ വല്ലഭായ് പട്ടേലാണ്. അയൺ ലേഡി ഓഫ് ഇന്ത്യ ആണ് ഇന്ദിരാഗാന്ധി. എന്താ അയൺ ലേഡി ഓഫ് ഇന്ത്യ? കാരണം ഫസ്റ്റ് ആൻഡ് ഓൺലി ഫീമെയിൽ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി. ഒരു അയൺ ലേഡിയാണ്. കൂടാതെ പേര് കണ്ടോ, പ്രിയദർശിനി എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പ്രിയദർശിനി എന്ന പേരിലും വിളിക്കുന്നുണ്ട്, പ്രിയദർശിനി. രണ്ടുമാണ് ഇന്ദിരാഗാന്ധിയെ കുറിച്ച് പറയാം. ഇന്ദിരാഗാന്ധി അത് 3rd ആയിരുന്നു ആവുന്നത്. സോ ഇന്ദിരാഗാന്ധി ഒരു എന്താ ഫീമെയിൽ അല്ലേ? സോ ഇന്ദിരാഗാന്ധിയുടെ സണ്ണാണ് ആരെന്ന് പറയുന്നത് രാജീവ് ഗാന്ധി. ഓക്കെ, മാരി ചെയ്തതാണ് സോണിയാഗാന്ധി. ആ രാജീവ് ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും മകനാണ് രാഹുൽ ഗാന്ധി. ഓക്കെ, നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഫാദർ, ഇന്ദിരാഗാന്ധിയുടെ ഫാദറാണ് ആര്? നെഹ്റു, ജവഹർലാൽ നെഹ്റു. ഓക്കെ, നെഹ്റു. ലാൽ ബഹദൂർ ശാസ്ത്രിയെ കുറിച്ച് പറയുമ്പോൾ വിളിക്കുന്ന പേരാണ് മാൻ ഓഫ് പീസ്. സമാധാനത്തിന്റെ പ്രതിരൂപം എന്ന് വിളിക്കാറുണ്ട്. ഒരു വാക്ക് നമ്മൾ കേൾക്കാറുണ്ട്, അതാണ് ജയ് ജവാൻ ജയ് കിസാൻ. ഓക്കെ, ജയ് ജവാൻ. അതിൻ്റെ കൂടെ ഒരു വാക്കൂടെ ആഡ് ചെയ്യുമ്പോഴായിരുന്നു ആരുടെ വന്നത്? നമ്മുടെ അടൽ ബിഹാരി വാജ്പേയി വന്ന് ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ. സോ അതിൻ്റെ കൂടെ ഒന്നുകൂടെ വരുമ്പോഴത്തേക്കും നമ്മൾ മോദിജിയുടെ ആവും ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ ജയ് അനുസാധൻ. സെക്കൻഡ് പ്രൈം മിനിസ്റ്റർ ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞു ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു, സെക്കൻഡ് ലാൽ ബഹദൂർ ശാസ്ത്രി, 3rd ഇന്ദിരാഗാന്ധി. ഓക്കെ, ജീവൻ കൊടുത്ത ആളാണ് ഭഗത് സിംഗ്.
സോ ഭഗത് സിംഗ്. ഇൻഗുലാം സിന്ദാബ എന്ന് മുഴക്കിയത് ഭഗത് സിംഗ് ആണ്, പക്ഷെ യഥാർത്ഥത്തിൽ എഴുതിയത് മൗലാന ഹസ്രത്ത് മോഹിനിയാണ് ഈ ഇൻകുലാബ് സിന്ദാബാദ് എന്ന് എഴുതിയത്, പക്ഷെ അത് ഷൗട്ട് ചെയ്തത് അല്ലെങ്കിൽ പോപ്പുലൈസ് ചെയ്തത് ഭഗത് സിംഗ് ആണ്. ഓക്കെ, ഭഗത് സിംഗിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ബ്രിട്ടീഷുകാർ 23 വയസ്സിലാണ് തൂക്കിലിട്ടുന്നത് ഭഗത് സിംഗിനെ. അദ്ദേഹത്തിന്റെ കൂടെ രാജ്ഗുരു ആൻഡ് സുഖദേവ് എന്ന് പറയുന്ന ഇവർ, അതായത് 3 പേരെയാണ് ഒരുമിച്ചാണ് തൂക്കിലിട്ടുന്നത്. സോ ഇനി നമുക്ക് പറയാനുള്ളത് ഭഗത് സിംഗിനെ നമ്മൾ വിളിക്കുന്ന പേരുകളാണ്. പ്രിൻസ് ഓഫ് മർത്തിയാസ്, പ്രിൻസ് ഓഫ്, അതോടൊക്കെ തന്നെ സാഹിദ് ഇ അസാം എന്ന് പറയുന്നതും ഭഗത് സിംഗിനെയാണ്. ഭഗത് സിംഗിനെ പ്രിൻസ് ഓഫ് മർത്തിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബ്രേവ് പേഴ്സൺ ഹു ഡൈസ് ഫോർ ദെയർ കൺട്രി. സോ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് പ്രിൻസ് എന്നാണ് വിളിക്കുന്നത്. സിമിലർലി ഷാഹിദ് ഇ അസം എന്ന് പറയുന്ന വാക്കിനർത്ഥം വിച്ച് മീൻസ് ഗ്രേറ്റ് മർത്യൻ. രണ്ടും ഏകദേശം ഒരേ അർത്ഥം തന്നെ വരുന്ന 2 വാക്കുകളാണ്. സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ ആരെ വിളിക്കുന്ന ഭഗത് സിംഗിനെ അറിയപ്പെടുന്നത്. ഇന്ത്യ വിട്ട് പോയെങ്കിലും ഇന്ത്യക്ക് വേണ്ടി എല്ലാ കോണുകളിൽ നിന്നും പ്രവർത്തിക്കാൻ കാരണമായ നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസിനെ നമ്മൾ അറിയുന്നത് നേതാജി എന്ന് വിളിക്കുന്നത് നമ്മൾ സുഭാഷ് ചന്ദ്രബോസിനെയാണ്. അതുകൊണ്ട് തന്നെ പാട്രിയറ്റ് ഓഫ് പെട്രിയോട്സ്. പാട്രിയോട്സ് എന്ന് പറയുന്ന അർത്ഥം എന്താണെന്ന് വെച്ചാൽ ദേശസ്നേഹി എന്ന അർത്ഥമാണ്. ഇറ്റ്സ് എ പേഴ്സൺ ഹു ലവ്സ് ദ കൺട്രി ഡീപ്ലി ആൻഡ് ഈസ് വില്ലിംഗ് ടു സെർവ് ഓർ ഈവൻ സാക്രിഫൈസ് ഫോർ ഇറ്റ്. കൺട്രിക്ക് വേണ്ടി എന്തും ചെയ്യാനായിട്ട് തയ്യാറായിരിക്കുന്ന ഒരു വ്യക്തി. സോ അങ്ങനെയുള്ള ആൾക്കാരിൽ ഏറ്റവും വലുത്, അങ്ങനെ നമുക്ക് പറയാം. സോ പാട്രിയറ്റ് ഓഫ് പാട്രിയോട്സ് ഓർ പ്രിൻസ് ഓഫ് പാട്രിയോട്സ് എന്ന് പറയുന്നത് ആരെയാണ്? സുഭാഷ് ചന്ദ്രബോസിനെയാണ്. ഓക്കെ, അപ്പോൾ അതിന് ഓരോ വാക്കുകളുണ്ട്. അതായത് ജയ് ഹിന്ദ്, ദില്ലി ചലോ, നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് പകരം എന്ത് തരാം? സ്വാതന്ത്ര്യം, ഫ്രീഡം തരാം. സോ ഫ്രീഡം ഒരിക്കലും തരുന്നതല്ല, ഇറ്റ്സ് ടേക്കൺ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഓക്കെ, സരോജിനി നായിഡുവിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ ഭാരത കോകില, അതായത് കുക്കു ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്, കുക്കു ഓഫ് ഇന്ത്യ, ഭാരത കോകില എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡുവിനെയാണ്. നൈറ്റിംഗേൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതും സരോജിനി നായിഡുവിനെയാണ്. സരോജിനി നായിഡുവാണ് ഫസ്റ്റ് വുമൺ ഗവർണർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് UP, അതായത് നമ്മുടെ UP ഉത്തർപ്രദേശ് ഫസ്റ്റ് വുമൺ ഗവർണറാണ്. ഓക്കെ, ഫസ്റ്റ് വുമൺ ഗവർണർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് UPയുടെ ആദ്യത്തെ വനിതാ ഗവർണറായിട്ട് വരുന്നത് സരോജിനി നായിഡുവാണ്. ഓക്കെ, ഇതേ അഥവാ മദൻ മോഹൻ മാളവ്യ, സത്യമേവ ജയതേ, മഹാമാന, അതായത് ഗ്രേറ്റ് സോൾ എന്നാണ് ഇതിനർത്ഥം. ഒരു നല്ല ആത്മാവ്, ഗ്രേറ്റ് സോൾ. ഇത് വിളിച്ചത് നമ്മുടെ മഹാത്മാഗാന്ധിയാണ്. ഓക്കെ, മദൻ മോഹൻ മാളവ്യ. അഖില ഭാരതീയ ഹിന്ദു മഹാസഭ എന്ന് പറയുന്നതിന്റെ ഫൗണ്ടറും ഈ മദൻ മോഹൻ മാളവ്യയാണ്. ഓക്കെ, അടുത്ത പേഴ്സണാണ് നമ്മുടെ രാജാറാം മോഹൻ റോയ്. ചെയ്യാൻ ഒരു ഇതായിട്ട് നിന്നു. ബ്രാഹ്മോ സമാജിന്റെ ഫൗണ്ടറാണ്. ബ്രാഹ്മോ സമാജ്, അതിന്റെ ഫൗണ്ടറും കൂടെ ആയിരുന്നു രാജാറാം മോഹൻ റോയ്. ഓക്കെ, ഗോ ബാക്ക് ടു വേദാസ് എന്ന് പറഞ്ഞതും ഇന്ത്യ ഫോർ ഇന്ത്യൻസ്, ഇതൊക്കെ അദ്ദേഹത്തിന്റെ സ്ലോഗൻസ് ആണ്. സോ അദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാർട്ടിൻ ലൂതർ ഓഫ് ഇന്ത്യ. മാർട്ടിൻ ലൂതർ എന്നറിയപ്പെടുന്ന സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. കാരണം മാർട്ടിൻ ലൂതർ എന്ന് പറഞ്ഞാൽ യൂറോപ്പിൽ ഉള്ളതാണ്. പുള്ളി റിലീജിയസ് സോഷ്യൽ റിഫോം മൂവ്മെന്റിലൂടെ പ്രവർത്തിച്ചാണ്. സിമിലർലി ദയാനന്ദ സരസ്വതിയും റിലീജിയസ് സോഷ്യൽ റിഫോംസിൽ വേണ്ടിയാണ് പ്രവർത്തിച്ചത്. സോ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം നമ്മൾ മാർട്ടിൻ ലൂതർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. സ്വാമി ദയാനന്ദ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സോ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ ആണ്. ഓക്കെ, ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ ആണ്. അദ്ദേഹത്തിന് നമ്മൾ ദേശ് രത്ന എന്ന് വിളിക്കുന്നു. ദേശ് രത്ന, ജുവൽ ഓഫ് നേഷൻ എന്നാണ് അതിന്റെ അർത്ഥം. ദേശ് രത്ന എന്ന് വിളിക്കുന്നുണ്ട്. സിമിലർ ശത്രു, അജാത് ശത്രു, അതും അദ്ദേഹത്തെ വിളിക്കുന്ന പേരാണ്. അതായത് പേഴ്സൺ വിത്ത് നോ എനിമീസ് എന്നാണ് അർത്ഥം. പേഴ്സൺ വിത്ത് നോ എനിമീസ്. ചന്ദ്രശേഖർ എന്ന വ്യക്തി നമ്മൾ വിളിക്കുന്ന പേരാണ് യങ് തുർക്ക്. അദ്ദേഹം 8th പ്രൈം മിനിസ്റ്ററാണ് നമ്മുടെ. ഇതാണ് നമുക്ക് ചന്ദ്രശേഖറിനെ കുറിച്ച് പറയാനുള്ളത്. സോ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിനെ വിളിക്കുന്നത് ലോക്നായക് എന്നാണ്. ലോകനായക് അതാണ് അർത്ഥം. സോ ഇദ്ദേഹം ഒരു ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിവിസ്റ്റ് ആണ്. ലീഡിംഗ് ദ ടോട്ടൽ റവല്യൂഷൻ, അതായത് സമ്പൂർണ്ണ ക്രാന്തി അതോട് ലീഡിംഗ് ദ ടോട്ടൽ റവല്യൂഷൻ, സമ്പൂർണ്ണ ക്രാന്തി ലീഡ് ചെയ്തത് ഇദ്ദേഹമാണ്. രാംപുത്തുറി പ്രകാശം നമ്മൾ വിളിക്കുന്ന പേരാണ് ആന്ധ്ര കേസരി. കാരണം ആന്ധ്രയുടെ ഫസ്റ്റ് CM ആണ്, ചീഫ് മിനിസ്റ്ററാണ് നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആന്ധ്ര കേസരി എന്ന് വിളിക്കുന്നു. ഇത് കണക്ക് ഡോക്ടർ ശ്രീകൃഷ്ണ
സിംഗ്. അദ്ദേഹം ഫസ്റ്റ് CM ഓഫ് ബീഹാർ ആണ്, അതുകൊണ്ട് തന്നെ ബീഹാർ കേസരി. ഇനി ലാലാ ലജപത് റോയ്. പറഞ്ഞത് ലാലാ ലജപത് റോയ് ആണ്, സൈമൺ ഗോ ബാക്ക്. പക്ഷെ സൈമൺ ഗോ ബാക്ക് അദ്ദേഹമാണ് പറഞ്ഞതെങ്കിലും സൈമൺ ഗോ ബാക്ക് എഴുതിയ തരാമെന്ന് വെച്ചാൽ യൂസഫ് മെഹ്റലിയാണ്. യൂസഫ് മെഹ്റലി. ഓക്കെ, സോ അത് ലാലാ ലജപത് റോയ് ആണ്. ഈ ലാലാ ലജപത് റോയ് ഇൻഫർമേഷനിൽ ആദ്യ ഇഞ്ചുറിയിലാണ് അദ്ദേഹം മരിക്കുന്നത്. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞ വാക്കാണ് എവറി ബ്ലോ ഓൺ മൈ ബോഡി വിൽ പ്രൂവ് എ നെയിൽ ഇൻ ദ കഫിൻ ഓഫ് ബ്രിട്ടീഷ് റൂൾ. സോ അത് പറഞ്ഞത് ആരാണ്? നമ്മുടെ ലാലാ ലജപത് റോയ്. അത് എനിക്ക് വീഴുന്ന ഓരോ അടിയും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ശവപ്പെട്ടിയിലോട്ടുള്ള ഒരു പടിയാണ്, അങ്ങനത്തെ അർത്ഥത്തിലാണ് ഇതിനകത്ത് വരുന്നത്. സോ അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞു നിർത്തുന്നത്. സോ ലാലാ ലജപത് റോയ്.